ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടക്ക കറി കേട്ടോ. നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, എന്നാലോ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ വെണ്ടക്ക കുറച്ച് നീളത്തിൽ തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം തക്കാളിനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 തക്കാളി, ചെറിയ 5 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളി ചേർക്കണില്ല. പുളി ചേർക്കുകയാണെങ്കിൽ ഇത്രക്ക് തക്കാളി വേണമെന്നില്ല. അപ്പോൾ പുളി വേണ്ടവർക്ക് പുളി ചേർക്കും ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. പിന്നെ അതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ വെണ്ടക്ക ഇട്ടിട്ട് കുറച്ചൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വെണ്ടക്കൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ വീണ്ടും കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും ഉലുവയും പിന്നെ ചെറിയ ജീരകവും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകും ഉലുവയും ജീരകമൊക്കെ പൊട്ടി വന്നപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെയുള്ളതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് മല്ലിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ആ തക്കാളിൻ്റെ അത് നമുക്ക് ഇതിക്കാൻ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒക്കെ പച്ചമണം പോകുന്ന വരെ ഒന്ന്, ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് എത്ര കറി വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനി അതവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ തന്നെ നമുക്കിതാ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ ചമ്മന്തി കേട്ടോ. സമ്മന്തി അല്ല, ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചെമ്മീനൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉണക്കൽ മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ചമ്മന്തി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങൻ്റെ ഒരു പകുതി ഉള്ളൂ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങൻ്റെ കുരുവൊക്കെ അതിലേക്ക് ചാടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ വെണ്ടക്കക്കറി ഇതാ നന്നായിട്ട് തന്നെ വെന്ത് തിളച്ച് ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിതാ നമുക്ക് കായപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും കൂടി ഇതിലേക്ക് ഞാനിത് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കായപ്പൊടി നിർബന്ധമൊന്നുമില്ല, കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.